ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ചൈനീസ് കോട്ടൺ പ്ലാന്റ്സിനെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് കുറേ ആയിട്ടോ ഈ ചട്ടിക്ക് ഇങ്ങനെ പൊട്ടിയിട്ട് ഇല്ലേ, ചട്ടിക്ക് ഇങ്ങനെ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളല്ല കുറേ മാസങ്ങളായിട്ട് ഞാൻ നോക്കുന്നു ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ ആയി. അപ്പോൾ നമുക്കറിയാം നല്ല ഭംഗിയായിട്ട് നല്ലോണം വെയിൽ ഇഷ്ടപ്പെടുന്ന നല്ലോണം വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ചൈനീസ് കോട്ടൺ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ലൊരു നല്ല റെഡിഷ് കളറാണ്. പർപ്പിൾ നായിപ്പോയതാണ്, റെഡിഷ് കളറാണ്. അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല നമുക്ക് ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ ഈ ഒരു ചൈനീസ് കോട്ടൺ പ്ലാന്റ്. ചൈനീസ് കോട്ടൺ പ്ലാന്റിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വേറെയും ചട്ടിയിൽ വലിയ ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാകും എനിക്ക് വേറെ ചട്ടിയിൽ വലിയൊരു പ്ലാന്റ് ഉണ്ട്. ഞാനിത് അങ്ങോട്ട് എടുത്ത് കൊണ്ടുവരാഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് തന്നെ അതിൻ്റെ കെയറിങ്, ചൈനീസ് കോട്ടൺ പ്ലാന്റിൻ്റെ കെയറിങ്, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് വേരെടുപ്പിച്ചത് നമ്മളൊക്കെ അതിൻ്റെ തൈകളൊക്കെ കാണിച്ചിട്ടുള്ള അടിപൊളി വീഡിയോ ആയിരുന്നു. കാണാത്തവരൊന്ന് കാണാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറയാം ചട്ടിയൊക്കെ പൊട്ടിയിട്ട് പണിയായിട്ടുണ്ട്. അപ്പോൾ പുതിയ നല്ലൊരു ചട്ടി വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെയുള്ളൊരു ചട്ടി ഞാൻ ഇതിനെടുത്തതാണ്, പുതിയ ചട്ടിയൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ആ ഒരു ചട്ടിയിലേക്ക് നമുക്കിതൊന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിതെന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിവിടെ നമുക്കറിയാം ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് കുറച്ച് മണൽ, കുറച്ച് മണ്ണ്, കുറച്ച് ചാണകപ്പൊടി, പിന്നെ നമുക്ക് എല്ലുപൊടി ഉണ്ട് എല്ലുപൊടി ഇടുക, അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കിൻ്റെ പൊടി ഉണ്ടെങ്കിലൊക്കെ ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് ഇങ്ങനെ അതൊന്നും കൂടാതെ നമുക്കിതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് നടുന്ന സമയത്ത് വെറും മണ്ണാണെങ്കിലും അല്ലെങ്കിൽ വെറും മണലാണെങ്കിലും ഒക്കെ തന്നെ നമുക്കിത് വേര് പിടിപ്പിച്ച് കിട്ടാൻ പറ്റുന്നതാണ് കേട്ടോ. അതിൻ്റെ ഒരു കുഞ്ഞ് തണ്ടില്ലേ, എവിടെയൊക്കെ ഞാൻ വേര് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ മൈൻഡപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ചട്ടി ഞാനൊന്ന് എടുത്തിട്ട് ഇതിൻ്റെ ചട്ടി കണ്ടില്ലേ, ഇതിപ്പോൾ പൊട്ടി ഇങ്ങനെ അയക്കുന്നത്. അപ്പോൾ ഈ ചട്ടി നമുക്ക് ഇനി ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് എടുത്ത് കളയാം കേട്ടോ. ചട്ടി തന്നെ എടുത്ത് കളയാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചട്ടി എടുത്ത് കളഞ്ഞിട്ട് ഇതൊന്നും ഇങ്ങനെ ചെരിച്ച് വെച്ചാലൊന്നും പൊട്ടിപ്പോകുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പതിയെ നമുക്കൊന്ന് ഊരിയെടുക്കാം. വേരൊന്നും പെട്ടെന്നൊന്നും നമ്മൾ അഗ്ലോണിയൊക്കെ പറയുമ്പോൾ പതുക്കെ ചെയ്യണോ, ബിഗോണിയൊക്കെ ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ വേരൊന്നും പെട്ടെന്ന് നമുക്ക് പൊട്ടിപ്പോകാത്ത തരത്തിലുള്ള ഒരു വേരാണ്. ഞാനിതാ ഈ ഒരു ചട്ടിൻ്റെ പോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടതാ. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ പോട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് ഇതാ കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റിനെ ഞാൻ കൊടുക്കുന്നത് ഈ ഒരു മണ്ണിൻ്റെ ചട്ടിയിലേക്ക് കേട്ടോ. ഇവിടെയുള്ള ഒരു മണ്ണിൻ്റെ ചട്ടിയിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഓൾറെഡി ഞാനിതിൽ ചെകിരിൻ്റെ ഈ ഒരു പീസൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇന്നലെ ചെറുതായിട്ടൊരു മഴ പെയ്തിരുന്നു, മുറ്റത്തായിരുന്നു ചട്ടി, അപ്പോൾ കുറച്ച് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഇത് മണ്ണാണ് കേട്ടോ, കൂടുതലും ഉള്ളത് മണ്ണാണ്. നമുക്കിത് തന്നെ ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ, ഇതിങ്ങനെ ഞാൻ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബാക്കി ഭാഗങ്ങളിലൊക്കെ നമുക്കൊന്ന് കുറച്ച് മണ്ണ് അതുപോലെ തന്നെ ചേർച്ച് ഉറക്കാൻ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് ആദ്യം മണ്ണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് മണ്ണ് ഞാനിവിടെ ഇതുപോലെയുള്ളൊരു പാത്രത്തിൽ ഇട്ട് വെച്ചതാണ്. കുറച്ച് ചാണകപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ട് കുറച്ച് ചകിരിച്ചോറും. അപ്പോൾ മണ്ണ് നമുക്ക് ഇതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൽ ഓൾറെഡി മണ്ണുണ്ട്. ഇനിയിപ്പോൾ മണലാണ്, മണലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മണൽ നമുക്ക് ഇതിൻ്റെ ചട്ടിയിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് നന്നായിട്ട് വേരോടുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച്
ഇത് ചകിരിച്ചോറ് കേട്ടോ. ഞാൻ ചകിരിച്ചോറും കൂടി കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഈ ചകിരിച്ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കുറച്ച് ഈർപ്പം നിൽക്കുന്ന ഇതാണ്. ഇനിയിപ്പോൾ മഴക്കാലമാണ് കേട്ടോ വരാൻ പോണത്. ഇപ്പം മെയ് ഒരു പകുതിയിലേറെയായി. ഇനിയിപ്പോൾ മഴക്കാലമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഈ ചെടിയൊന്നും നമുക്കറിയാം വേനലിലും വെയിലത്തും മഴയത്തൊക്കെ ഒരുപോലെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഇതാ കാണുന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ചാണകപ്പൊടി കേട്ടോ. അപ്പോൾ ചാണകപ്പൊടി നമുക്കിതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. ഇട്ട് കൊടുക്കുക. എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, വലിച്ച് നീട്ടി പറയുന്നൊന്നുമില്ല. എളുപ്പത്തിൽ നമുക്ക് ഈ ചാണകപ്പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചാണകപ്പൊടി നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ബുഷിയായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുത്തത്. അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി മണ്ണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കുക. കാരണം എന്താ, ഈ മഴയൊക്കെ വരുമ്പോൾ ഈ ചാണകപ്പൊടി ഇതിൽ നിന്ന് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മണൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഇത് ഫില്ലയക്കുന്നത് ഇതിപ്പോൾ ചട്ടിൻ്റെ ഇത്രത്തോളം കാണുന്നുണ്ടല്ലോ, നിറഞ്ഞു നിൽക്കല്ല. പക്ഷേ ഇതിപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് ഉള്ളിലേക്കൊന്ന് പോകും കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് പോകും. അപ്പോൾ ഇതാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് റീപോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ. എല്ലാ സാധനങ്ങളും ഇട്ട് റീപോർട്ട് ചെയ്ത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഒരു ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റീപോർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഇത്. വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളർ കിട്ടും. നമുക്ക് റീപോർട്ട് ഏതായാലും നമ്മൾ റീപോർട്ട് ചെയ്തപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇത് കുറച്ച് പ്രൂണിങ് ചെയ്ത് കൊടുക്കട്ടോ. നന്നായിട്ടൊന്ന് കമ്പൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിന് ഭംഗി കൂടും കേട്ടോ. ആ കമ്പ് നമുക്ക് എന്ത് ചെയ്യുക, ആ കമ്പ് നമുക്ക് പുതിയ തയ്യാക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നമുക്ക് കിട്ടിയിട്ടുള്ള കമ്പിൻ്റെ കഷ്ണം. ഇതിൻ്റെ സ്റ്റെമ്മ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ സ്റ്റെമ്മ് വെച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. 3 എനിക്ക് സ്റ്റെമ്മും ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഇത് ഒരു ചട്ടി ഉണ്ടെങ്കിൽ കുറച്ച് മണ്ണോ ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ഇനിയിപ്പോൾ നല്ല വെയിലത്ത് വെക്കണം. മഴയത്ത് വെച്ചാലും പ്രയാസമില്ലാത്ത, ഇതിനൊരു ബുദ്ധിമുട്ടില്ലാത്ത ചെടിയാണ്. പക്ഷേ നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അധികം രോഗങ്ങളൊന്നും വരാത്ത ഒരു ചെടിയാണ് കേട്ടോ ഈ ഒരു ചൈനീസ് കോട്ടൺ പ്ലാന്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വെയിൽ കൊണ്ടാലും മഴ കൊണ്ടാലും ഒന്നും യാതൊരു പ്രശ്നമില്ലാത്ത ചെടിയാണ്. ഇതിപ്പോൾ വേരോടുക്ക് വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ തണലത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റെ ചൈനീസ് കോട്ടൺ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.